അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും പോകുന്നത് കോന്നി അടവിയിലേക്കാട്ടോ. അപ്പോൾ അടവി കൊട്ടവഞ്ചിയിലേക്ക് പോകണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും വീട്ടിൽ വരുമ്പോൾ എങ്ങോട്ടാണ് ഇന്ന് യാത്ര എന്ന് ആലോചിച്ചാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് ഓർത്തു. അപ്പോൾ റാന്നിയിൽ നിന്ന് ഒരു 28 കിലോമീറ്റർ മാറിയാണ് ഈ അടവി, പത്തനംതിട്ട ജില്ലയിലാണ് ഇതുള്ളത്. അപ്പോൾ അവിടെ ഇവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കോന്നിയിലുള്ള ആനക്കൂട്. അവിടെ ഞങ്ങൾ നേരത്തെ പോയിട്ടുള്ളതാണ്. ഒരുപാട് ആനകളുണ്ട്. അപ്പോൾ നമുക്കതൊരു നല്ല കാഴ്ച തന്നെ ആയിരിക്കും. ആനപ്രേമികൾക്ക് അത് വല്ലാത്ത നല്ല ഒരു ഇഷ്ടപ്പെടുന്നൊരു ഇതായിരിക്കും അവിടെ പോകുന്നത്. ഇവർ ഇവിടെ പാക്കേജായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഫോറസ്റ്റിലുള്ള ഗവി സവാരി വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊട്ടവഞ്ചി വരുന്നുണ്ട്. പിന്നെ ട്രീ ടോപ്പ് ബാംബു ഹട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാക്കേജായിട്ട് എടുത്തിട്ട് പോകാം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കൊട്ടവഞ്ചി സഫാരിക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഞങ്ങൾ 4 പേർക്കും കൂടെ 500 രൂപ ആയിട്ടുണ്ടായിരുന്നത്. ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ എവിടെയാണോ ഇതുള്ളത് അങ്ങോട്ടേക്ക് നടന്നു പോകണം. പോകുന്ന വഴി ഒരുപാട് കൊട്ടവഞ്ചികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു കാഴ്ച കേട്ടോ. ഞങ്ങളതൊക്കെ പിടിച്ച് നോക്കി, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി സൈഡിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പ്ലാവ്, തേക്ക്, അങ്ങനത്തെ ഒരുപാട് മരങ്ങളുണ്ട്. പ്ലാവ്, ചക്കയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആറിൻ്റെ സൈഡിലെത്തി, ജാക്കറ്റൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എന്നിട്ട് നമ്മൾ കൊട്ടവഞ്ചിയിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഒരുപാട് കൊട്ടവഞ്ചികളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ കയറാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ഓരോ കൊട്ടവഞ്ചിക്കും ഓരോരുത്തരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് ഓരോരുത്തരായിട്ട് കൊട്ടവഞ്ചിയിലേക്ക് കയറി കേട്ടോ. കയറുമ്പം കുറച്ച് ഒരു ഇത് എന്നാലും കുഴപ്പമില്ല, ഇത് ഷെയ്ക്ക് ആവുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും നമ്മൾ എല്ലാവരും കൈയൊക്കെ പിടിച്ച് കയറി. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു യാത്ര കേട്ടോ. അത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. നമ്മൾ കൊട്ടവഞ്ചിയിൽ കുറച്ച് നേരത്തേക്കാണെങ്കിലും നദിയിലൂടെയുള്ളൊരു യാത്ര, അത് നല്ല കാം ആൻഡ് കൂളായിട്ട് പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ അത് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പം ഞങ്ങൾ കൊണ്ടുപോയ കൊട്ടവഞ്ചിയിലെ ആൾ ഭയങ്കര ടോക്കറ്റീവ് ആയിരുന്നു. പുള്ളി ആളുടെ വീട്ടിലെ കാര്യം, പുള്ളിയുടെ ഇവിടുത്തെ ജോലിയുടെ കാര്യവും, പിന്നെ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒരു ബോറടി ഇല്ലായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് വെയിലുണ്ടായിരുന്നു, എന്നാലും അതൊന്നും ഞങ്ങൾ ഏറ്റില്ല. കാരണം പുള്ളി നല്ല ടോക്കറ്റീവ് ആയതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ ഈ പോകുന്നതിൻ്റെ ഒരു സൈഡിലായിട്ട് തമിഴ്നാടിൻ്റെ ബോർഡർ ആട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പുള്ളി ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ട്, തമിഴ്നാടിൻ്റെ ബോർഡറോ ഇവിടോ എന്ന രീതിയിൽ. അപ്പം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഞങ്ങൾ തമിഴ്നാട്ടിലെത്തി, കൊട്ടവഞ്ചി കയറി നമ്മൾ പെട്ടെന്ന് തന്നെ തമിഴ്നാട്ടിലെത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സമയത്ത് അച്ഛൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ആനകളൊക്കെ ഇവിടെ വന്നതുപോലെ കാടല്ലേ, വെള്ളമൊക്കെ കുടിക്കുമോ എന്നൊക്കെ. അപ്പം അവർ പറഞ്ഞു ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യുന്നു, കഴിഞ്ഞ ദിവസം കൂടി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ സൈഡിലായിട്ടൊക്കെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് ഒരു ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഇത് കാണാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈയിടെ ഒരു പെരുമ്പാമ്പിനെ അവിടെ കൊണ്ട് എവിടുന്നോ കിട്ടിയ ഒരു പെരുമ്പാമ്പിനെ ഇവിടെ കൊണ്ട് വെള്ളത്തിലാണ് വിട്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല യാത്രയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു മനസ്സൊക്കെ ഒരു കാമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് കൊട്ടവഞ്ചി കറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, കൊട്ടവഞ്ചി കറക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ, ഓക്കെ ആണോ? നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കൊട്ടവഞ്ചി കറക്കി, അതൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വേറൊരു കൊട്ടവഞ്ചി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൊട്ടവഞ്ചി കറക്കിയതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തു കേട്ടോ. അവരെല്ലാം ഭയങ്കര ബഹളം അലൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ച് വന്നിട്ട് അവിടെ തന്നെ ഒരു കൂൾ ബാർ പോലെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. അവിടുന്ന് മോരുവെള്ളം വാങ്ങിച്ചു കുടിച്ചു. നല്ല ചൂടല്ലേ, അപ്പം കുറച്ച് മോരുവെള്ളം വാങ്ങിച്ചു കുടിക്കാൻ, ഒരു ചായയും കാപ്പിയൊന്നും സമയത്ത് കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ മോരുവെള്ളം വാങ്ങിച്ചു, നല്ല മോരുവെള്ളമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അച്ഛനൊരു കാപ്പിപ്പൊടി അല്ലാതെ ചുക്ക് കാപ്പിപ്പൊടിയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. അച്ഛൻ അങ്ങനത്തെയൊക്കെ കുറച്ച് ക്രേസ് ഉള്ള കൂട്ടത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പാക്കറ്റ് അവിടുന്ന് വാങ്ങിച്ചിട്ടോ. അതിനുശേഷം നമ്മൾ അവിടുന്ന് വണ്ടിയിൽ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു, കാട്ടിലെ ഊണ്. ആ പേര് ഭയങ്കരമായിട്ട് നമ്മളെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് തന്നെ തിരിച്ച് വരുമ്പോൾ അവിടുന്ന് കയറണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പം അമ്മ പറഞ്ഞു, അമ്മ ലക്ഷ്മി നായരുടെ ഭയങ്കര ഫാനാട്ടോ. അപ്പോൾ ലക്ഷ്മി നായർ ഏതൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി ഇട്ടിട്ടുണ്ട് എന്നിങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചെന്നപ്പോഴേ നല്ല മീൻ വറുത്തതിൻ്റെയൊക്കെ മണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ കുരങ്ങന്മാരെ അവിടെ മരത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു ഹോട്ടലിൽ. അപ്പോൾ ഞങ്ങൾ ചോറ്, കപ്പ, മീൻ കറി, മീൻ വറുത്തത് അതൊക്കെ വാങ്ങിച്ചിട്ട്, അപ്പോൾ നമുക്ക് മീൻ വറുത്തൊക്കെ ഇങ്ങനെ കൊണ്ടുതരും, ഏതാ വേണ്ടതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വാങ്ങിച്ചു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു നോർമൽ ഒരു ഊണായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ അങ്ങനെ പിന്നെ അവിടുന്ന് അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം അടവിയിൽ ഈ ഒരു കൊട്ടവഞ്ചി സവാരിക്ക് പോകേണ്ടതാണ്. അത്ര അടിപൊളിയാട്ടോ. നമുക്ക് നമ്മുടെ ഒരു ദിവസം നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനും എല്ലാം കൊണ്ടും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുവരെ അടവി കൊട്ടവഞ്ചി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ദിവസം നിങ്ങളിവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം കേട്ടോ.